ഇതാണ് കാനോണിൻ്റെ R50V. കാനോൺ അവരുടെ പുതിയ വ്ളോഗിംഗ് ക്യാമറ ആയിട്ടുള്ള R50V നമുക്ക് ഡെമോ പീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റുമാനുള്ള നിമ്മീസ് ക്യാമറാസ് വഴിയാണ് നമുക്ക് ഈ ക്യാമറ കയ്യിൽ കിട്ടിയത്. ഒരു 3-4 ദിവസമായിട്ട് ഈ സാധനം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒരു അടിപൊളി സാധനമാണ്. വ്ളോഗിങ്ങിനും അതുപോലെ തന്നെ വീഡിയോഗ്രാഫിക്കും പറ്റിയൊരു ക്യാമറ. ഫോട്ടോസ് എടുക്കാൻ പറ്റും, പക്ഷേ ഇത് വീഡിയോഗ്രാഫിക്ക് തന്നെ യൂസ് ചെയ്യണം. കാരണം ഇത് അങ്ങനത്തെ ഒരു ക്യാമറയാണ്. 24 മെഗാ പിക്സലിൻ്റെ ഒരു ക്രോപ്പ് സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതാണ് സാധനം. ക്രോപ്പ് സെൻസർ സൈസിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ ആള് പുലിയാണ്. മാത്രമല്ല ഇതിനകത്ത് 4K വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ക്യാമറ തന്നെ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് വലിയ അധികം ഗിമിക്കുകൾ കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഡയലും ബട്ടണും അതുപോലെ തന്നെ എല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് എഴുതിയും വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ സാധനം, അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം പിടിച്ച് വ്ളോഗ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഞാനൊരു 2-3 ദിവസമായിട്ട് ഇതിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും. വളരെ സിമ്പിളാണ് ഈ സാധനം കൊണ്ടു നടക്കാനായിട്ട്. വലിയ വെയിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതൊരു ബാഗിനകത്ത് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാം. ഇനി വേണമെങ്കിൽ ഈ സാധനം പോക്കറ്റിൽ നിന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു പോക്കറ്റാണെന്നുണ്ടെങ്കിൽ പോക്കറ്റിനകത്തും കയറിക്കോളും. ഇതിൻ്റെ കൂട്ടത്തിൽ കിറ്റ് ലെൻസ് ആയിട്ട് വരുന്നത് ഒരു 14-13 ഒരു കിറ്റ് ലെൻസ് ആണ്. ഇതൊരു ക്രോപ്പ് സെൻസർ ആയതുകൊണ്ട് തന്നെ അതിന് 1.6 ക്രോപ്പ് ഫാക്ടർ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു 26-45-50 അടുത്തേക്ക് ഒരു ഫോക്കൽ ലെങ്ത് വരുന്നുണ്ട്. അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം സംഭവം അടിപൊളിയാണ്. ഇത് ശരിക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് എടുക്കേക്കുന്ന ക്യാമറയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഒരു 1/4 സ്ക്രൂ ഉണ്ട്. ഇങ്ങനെ വെർട്ടിക്കലി മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ് അത് അവിടെ കൊടുത്തേക്കുന്നത്. സാധാരണ എല്ലാ ക്യാമറയ്ക്കും അടിയിൽ മാത്രമേ അങ്ങനെ മൗണ്ട് ചെയ്യുന്ന സ്ക്രൂ വരാറുള്ളൂ. പക്ഷേ ഈ ക്യാമറയ്ക്ക് ഈ സൈഡിലൂടെ സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഒരു 70,000 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയ അടിപൊളി ക്യാമറയാണ് ഇത്. കാരണം ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കളറിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കുറേയധികം ഓപ്ഷൻസും ഫിൽറ്റേഴ്സും അതുപോലെ തന്നെ കുറേ ലോഗ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ട് ഒരു 3-4 ദിവസമായി. പക്ഷേ നമുക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അധികം നമുക്ക് നോക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഓരോന്നിങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ഈ ക്യാമറ നമ്മുടെ കയ്യിൽ വീണ്ടും കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മളൊരു ഡീറ്റെയിൽ റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ ഒന്നും ജസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഭയങ്കര ഉപകാരമുള്ളൊരു സാധനമാണ്. മാത്രമല്ല ഈ സാധനം റെക്കോർഡ് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബൾബ് ഓണായി നിൽക്കും. ഇപ്പോൾ എൻ്റെ കാനോണിൻ്റെ R6 Mark IIലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് റെക്കോർഡിംഗ് ആണോ അല്ലയോ എന്ന് എനിക്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. കാരണം 85mm ലെൻസ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബാക്കിലേക്കാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അതുപോലെ തന്നെ R5 Mark IIനകത്തും ഇങ്ങനെ ഒരു ടാലി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡിംഗ് ആണോ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എപ്പോഴും പറ്റിപ്പോകുന്നൊരു കേസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ആയിരിക്കും അറിയണത്, ഏറ്റവും അവസാനമായിരിക്കും അറിയണത് റെക്കോർഡ് നിൽക്കില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്നതിന് ഭയങ്കര ഉപകാരമുള്ള സാധനം ഇട്ടത്. ഈ ക്യാമറ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സോണീൻ്റെ FX3യും അതുപോലെ തന്നെ FX30 പോലെയുള്ള സിനിമ ക്യാമറകളാണ്. കാരണം അതിനൊന്നും വ്യൂ ഫൈൻഡ് ഇല്ല, അതുപോലത്തെ ഒരു സ്ക്വയർ ഷേപ്പുമാണ്. ഏകദേശം അതുപോലത്തെ ഒരു ബോഡി ഷേപ്പും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ബട്ടണുകൾ ഇതിനകത്തുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു ഡയലിൻ്റെ സ്വിച്ച് ഉണ്ടാവും. അതിനകത്ത് കസ്റ്റം ഡയലുകൾ C1, C2, C3 അതുപോലെ തന്നെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും S&Q പോലെ തന്നെ S&F, സ്ലോ ആൻഡ് ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ലൈവിൻ്റെ ഒരു ബട്ടൺ അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഫോട്ടോയ്ക്കുള്ളൊരു ക്യാമറ അല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയ്ക്കായിട്ടുള്ളൊരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ ഷട്ടർ ബട്ടൻ്റെ മുകളിൽ കൃത്യമായിട്ട് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ കൂടിയാണെന്നുള്ള രീതിക്ക് ഉള്ള മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയ ഡയലുണ്ട്. അപ്പോൾ ഡയലിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ഇന്നും അതുപോലെ തന്നെ സൂം ഔട്ടും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു ലോക്കിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഇവിടെ ഓൺ ആൻഡ് ഓഫിൻ്റെ സ്വിച്ച് ഉണ്ട്. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ ക്യാമറയുടെ മുകളിലായിട്ടായിരിക്കും ഓണിൻ്റെയും അതുപോലെ തന്നെ ഓഫിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡയലുണ്ട്. ആ ഡയൽ തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പിന്നെ എല്ലാ ക്യാമറയിലുള്ള പോലെ തന്നെ ഒരു AFൻ്റെ ഓട്ടോ ഫോക്കസിൻ്റെ ഒരു സ്വിച്ച് കിടപ്പുണ്ട്. പിന്നെ അതിന് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കളറിനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നമുക്ക് കളർ മോഡുകൾ കിട്ടും. അതിനകത്ത് നമുക്ക് പിക്ചർ സ്റ്റൈൽ, ലാൻഡ്സ്കേപ്പോ പോർട്രേറ്റ് എന്നുള്ള രീതിക്ക് പിക്ചർ സ്റ്റൈലും അതുപോലെ തന്നെ കളർ ഫിൽറ്ററും അതുപോലെ തന്നെ കസ്റ്റം പിക്ചറും നമുക്ക് ഇതിനകത്ത് ഉണ്ട്. അതായത് നമുക്ക് ലട്ടുകളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സംഭവം. ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന പിക്ചർ സ്റ്റൈലിനകത്ത് പോർട്രേറ്റോ എല്ലാം എടുത്തിട്ട് സാച്ചുറേഷനും കോൺട്രാസ്റ്റും ഒരു 2 സ്റ്റോപ്പ് വീതം കട്ട് ചെയ്തിട്ട് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ലട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി വീഡിയോസ് ഇറക്കി കൊടുക്കാൻ പറ്റും. ഇനി അങ്ങനെ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇതിനകത്ത് കുറച്ച് കസ്റ്റം കളർ ഫിൽറ്ററുകളുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറി ടീൽ ഓറഞ്ച്, സ്റ്റോറി മജന്ത, സ്റ്റോറി ബ്ലൂ, പേൽ ടീൽ, റെട്രോ ഗ്രീന്, അങ്ങനെ കുറേ അധികം ഫിൽറ്റർ ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അതിന് താഴത്തേക്ക് വരുമ്പോഴത്തേനും ഒരു ഡയൽ, ആ ഡയൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന സൈഡിലേക്ക് മുകളിലേക്ക് ഞെക്കാൻ മാത്രമായിട്ടൊരു ഓപ്ഷൻ ഉള്ളതാണ്. പക്ഷേ അതിനകത്ത് റൊട്ടേറ്റിംഗ് ഒരു സാധനം കൂടെ ഉണ്ട്. അതിനകത്ത് നമുക്ക് അപ്പർച്ചർ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ISOയ്ക്കും ഡിലീറ്റിനുള്ളൊരു ബട്ടൺ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈമറിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ. ഫോട്ടോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ട്രൈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റ് ബാലൻസിന് വേണ്ടിയിട്ടൊരു ബട്ടൺ, പിന്നെ ഓട്ടോ ഫോക്കസ് അല്ലെങ്കിൽ മാനുവൽ ഫോക്കസിന് വേണ്ടിയിട്ടൊരു ബട്ടൺ. അപ്പം അങ്ങനെ വളരെ സിമ്പിളാണ്. പിന്നെ താഴത്തേക്ക് ഇൻഫോ, പിന്നെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് മെനുവിനും അതുപോലെ തന്നെ പ്ലേ ബാക്കിന് വേണ്ടിയിട്ടുള്ള ബട്ടണുകൾ വരുന്നത്.
അത് സാധാരണ എല്ലാ ക്യാമറയുടെ താഴെയാണ് ഇരിക്കുന്നത് കാനോണിൻ്റെ. പക്ഷേ ഇതിനെ മാത്രം മുകളിലാണ് കൊടുത്തേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മെനു സിസ്റ്റത്തിലേക്ക് നോക്കാം. കാനോണിൻ്റെ ക്യാമറകൾ യൂസ് ചെയ്യുന്നവർക്കറിയാം മെനു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനോണിന് ഭയങ്കര സിമ്പിളാണ്. അതുപോലെ തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എല്ലാം പറ്റുന്നൊരു സാധനമാണ്. ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഷൂട്ടിംഗ് മോഡ്, അതിനകത്ത് നമ്മൾ മാനുവൽ ഇട്ടിട്ട് മൂവിൻ്റെ റെക്കോർഡ് സൈഡ്സിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാനോണിൻ്റെ ഒരു പുതിയ മെനു സിസ്റ്റം എനിക്ക് കാണാനായിട്ട് പറ്റിയത്. അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ HD-യിലും 4K-യിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമുക്ക് 4K വരെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. 4K-യിൽ ക്രോപ്പും ഉണ്ട്, ക്രോപ്പ് ഇല്ലാത്ത 4K ഉണ്ട്. പിന്നെ ഫുൾ HD-യിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രെയിം റേറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 25 FPS-ലും 50 FPS-ലും അതുപോലെ തന്നെ 100 FPS-ലും നമുക്കിന് ഷൂട്ട് ചെയ്യാൻ പറ്റും. നാറ്റും പാലിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. അതായത് 30, 60, 120 എന്ന് പറയുന്ന പോലെ തന്നെയാണ് 25, 50 അതുപോലെ തന്നെ 100. പിന്നെ അതിനകത്ത് ലോഗിൻ്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്നും എന്താണ് സംഭവം ഒന്നും എടുത്ത് നോക്കാനായിട്ട് സമയം കിട്ടിയില്ല. നമുക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ക്യാമറ നമുക്ക് ഒന്നുകൂടെ കയ്യിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അന്നേരത്തേനും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്യാം. റെക്കോർഡിംഗ് ഫോർമാറ്റ് എടുത്ത് നോക്കുമ്പോഴത്തേനാണ് നിങ്ങൾ അന്തം വിടാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 4K-യിൽ 10 ബിറ്റ് വരെ നമുക്ക് ഇതിനകത്തേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു ചെറിയ ക്യാമറയിൽ അധികം ഫീച്ചറുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. 24 മെഗാ പിക്സലിൻ്റെ ഒരു APS-C സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. APS-C സെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മോശം സാധനമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വ്ളോഗിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ R50V ഒരു അടിപൊളി ഓപ്ഷനാണ്. ഈ ഒരു ക്യാമറ മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കി തന്നെ മേടിക്കുക. കാരണം R50 ഉണ്ട്, R50V ഉണ്ട്. R50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ക്യാമറയാണ്. R50V ആണ് വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്യാമറ. എനിക്ക് തോന്നുന്നു കാനോൺ ആദ്യമായിട്ടാണ് വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ ഇറക്കി വിടുന്നതെന്ന്. ഇതിന് ഫ്രണ്ടിൽ ഒരു 58 മില്ലിമീറ്ററിൻ്റെ ഒരു ത്രെഡാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ND ഫിൽറ്റർ സാധനങ്ങളൊക്കെ മേടിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വേരിയബിൾ ND ഫിൽറ്റർ മേടിച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വ്ളോഗിങ് നല്ല അടിപൊളിയാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് ഹൈലൈറ്റ് സാധനങ്ങളുണ്ട്. കാരണം ഞാൻ ND ഫിൽറ്റർ എടുത്ത് വെക്കാനായിട്ട് മറന്നുപോയി. ഇപ്പോൾ ND ഫിൽറ്റർ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹൈലൈറ്റ് സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ND ഫിൽറ്റർ എന്താണെന്ന് എൻ്റെ കയ്യിൽ ND ഫിൽറ്റർ ഒക്കെ ഏതാണെന്നൊക്കെ ഒരു വീഡിയോ അപ്പോൾ ഉടനെ തന്നെ ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏത് ക്യാമറയെ പറ്റിയാണ് കൂടുതലായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും. ഈ ഒരു ക്യാമറ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിന് കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റുമാനൂരുള്ള നിമ്മീസിലെ ആൾക്കാർ. ഏറ്റുമാനൂർ മാത്രമല്ല, എറണാകുളത്തും ഒക്കെ ഇവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ക്യാമറ കിട്ടിയത്. ഞാൻ അവിടുന്ന് RS4 ഗിംബൽ എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അവരുമായിട്ടൊരു ബന്ധം നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത ശ്യാം ചേട്ടൻ, ഒരു R50V ഒരു റിവ്യൂ പീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരും. എന്നീ സാധനം വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തത് അജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ അവിടുത്തെ വേറൊരു ചേട്ടൻ കൂടെ ഉണ്ട്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ കാനോണിൻ്റെ ഫാദറിന് ഒരു സപ്പോർട്ട് വന്ന് വിനോദ് ലാൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ എനിക്ക് മെൻറ്റർ ആയിട്ടുള്ള കാനോണിൻ്റെ തന്നെ സലോ ഷോപ്പ് സെൻസ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു 4-5 ദിവസത്തേന് ഒരു ക്യാമറ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഫോർ എവരിത്തിങ്.